വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ആ ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് ആണ് കാണിക്കുന്നത്. അവർ സമയമൊക്കെ കുറിച്ച് ഡേറ്റൊക്കെ കുറിച്ചിട്ട് ശാലിനിയൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാടേക്ക് എത്തിയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആ ഒരു പൂജയും കർമ്മങ്ങളൊക്കെ നടത്തുകയാണ്. ആ ഒരു സമയം ആയിട്ടുണ്ട്. അന്നേരം കുഞ്ഞിനെയും കൊണ്ട് അരുണ വരുന്നുണ്ട്, മൂർത്തിയുണ്ട്, അവിടെ അമ്മയും അച്ഛനും അത്ര പേരെ കാണിക്കുന്നുള്ളൂ. അന്നേരമാണെങ്കിൽ ചടങ്ങ് തുടങ്ങാമെന്നിങ്ങനെ ഈ തിരുമുൽപ്പാട് പറയുമ്പോൾ കുഞ്ഞിനെ അരുണയാണ് എത്തിയിരിക്കുന്നത്. അരുണ പറയുന്നുണ്ട്, ഈ തങ്കക്കുടത്തിനെ ഞങ്ങൾക്ക് കിട്ടാൻ കാരണമായ ഒരാളുണ്ട്, ഇവൾക്ക് വേണ്ടി ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരാൾ എന്ന് പറഞ്ഞിട്ട് കളക്ടർ ശാലിനി എന്ന് പറയുകയാണ്. ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാലിനി കൂടി വന്നിട്ട് തുടങ്ങാം എന്നാണ് ഇങ്ങനെ തിരുമുൽപ്പാടിനോട് അരുണ പറയുന്നത്. അന്നേരം സമയമായി വരുന്നേ ഉള്ളൂ, ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്നിങ്ങനെ തിരുമുൽപ്പാട് പറയുന്നുണ്ട്. കുഞ്ഞിനെ ഇങ്ങനെ മുത്തച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കുഞ്ഞിരുന്ന് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതേസമയം ശാരി ഇങ്ങനെ ആ ഒരു കാറിൽ ഇങ്ങനെ വരികയാണ്. രാമേട്ടൻ ഡ്രൈവർ ആ വണ്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം രാമേട്ടനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, കാണാതായ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ചോദിക്കുമ്പോൾ, ഇല്ല രാമേട്ട, പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ വിഷമത്തോട് പറയുമ്പോൾ, മോള് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈശ്വരൻ കൺമുന്നിൽ കൊണ്ടുവന്ന് തരും, പ്രാർത്ഥന വെറുതെ ആകില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവരാണെങ്കിൽ ശാലിനിയെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഈ രണ്ട് സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ശാലിനിയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതോ ഇനി വഴിയിൽ വെച്ച് എന്തെങ്കിലും വേറെ അത്യാവശ്യം വന്ന് ശാലിനി അങ്ങ് പോകുമോ എന്നുള്ളതാണ്. എത്തുകയാണെങ്കിൽ എന്തായാലും ശാലിനിക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോൾ അറിയാം തൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇവരിനി കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. അതോ ഇനി കാണാതെ പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. എന്തായാലും തിരിച്ച് കുഞ്ഞിനെ ശാരിക്ക് തന്നെയാണ് കിട്ടേണ്ടത്. ഇവർ ദത്തെടുത്തുകൊണ്ട് വന്നതല്ലേ, എന്താകും എന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.